സിംറ്റംസ് സ്റ്റിൽ ഉണ്ട് എന്നുള്ളതാണ്. ഓക്സിജന്റെ പ്രസൻസിൽ വളരാത്തതായ ഓർഗാനിസംസ് ഉണ്ട്. കൾച്ചർ നെഗറ്റീവ് ആകുന്നു, പക്ഷേ സ്പീഷ്യൻസിന് സിംറ്റംസ് സ്റ്റിൽ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ഒരു 3 റീസണാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. ചില ബാക്ടീരിയകൾ നമ്മൾ സാധാരണ രീതിയിൽ കൾച്ചർ ചെയ്യുന്ന കൾച്ചർ മീഡിയത്തിൽ വളരാത്തവയാണ്. അവർക്ക് ചില പ്രത്യേക കൾച്ചർ റിക്വയർമെന്റ്സ് വേണം, ചില പ്രത്യേക കൾച്ചർ മീഡിയം വേണം. അങ്ങനെയുള്ളവയെ നമ്മൾ പൊതുവെ ഫസ്റ്റീഡിയസ് ഓർഗാനിസം എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ളത് റുട്ടീൻ കൾച്ചറിൽ നെഗറ്റീവ് ആയിരിക്കും. അടുത്ത റീസൺ ലോ ബാക്ടീരിയൽ കൗണ്ട് ആണ്. അതായത് ശരീരത്തിൽ അണുക്കളുണ്ട്, പക്ഷെ അത് കണ്ടുപിടിക്കാനായിട്ട് അതൊരു നിശ്ചയ തോതിൽ ഉണ്ടാകണം, എന്നാൽ മാത്രമേ അത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആ ഒരു ലോ ബാക്ടീരിയൽ ലോഡ് കൊണ്ട് ചിലപ്പോൾ ചില കൾച്ചറുകൾ നെഗറ്റീവായി മാറും. ഡീപ് സീറ്റഡ് ഇൻഫെക്ഷൻസ്, അതായത് പ്രതലത്തിൽ നിന്നും കിട്ടുന്ന സാമ്പിളിൽ ആ അണുക്കൾ ഉണ്ടാകണം എന്നില്ല, അത് കുറച്ചും കൂടെ ഉള്ളിലേക്കായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ടൈപ്പ് ഓഫ് സാമ്പിൾ, നമ്മൾ ആ എടുക്കുന്ന ഏത് സാമ്പിൾ ആണോ അതിന്റെ ടൈപ്പ് അനുസരിച്ചിരിക്കും. ഉള്ളിലേക്കുള്ള ഇൻഫെക്ഷൻ ആണെങ്കിൽ നമ്മൾക്ക് വെറുതെ സർഫസിൽ നിന്നും ഒരു സ്വാബ് എടുത്താൽ അത് കിട്ടണം എന്നില്ല. ഉള്ളിൽ നിന്നും ടിഷ്യൂവോ അല്ലെങ്കിൽ ആസ്പിറേറ്റ് പോലുള്ള, അതായത് സിറിഞ്ച് വെച്ച് വലിച്ചെടുത്ത് വിടുകയോ പ്രസൻസിൽ വളരാത്തതായ ഓർഗാനിസംസ് ഉണ്ട്, അനൈറോബിക് ഓർഗാനിസംസ്. അങ്ങനെയുള്ള ഓർഗാനിസംസ് നമ്മൾ റുട്ടീൻ ആയിട്ടുള്ള കൾച്ചർ, അതായത് നമ്മൾ ഓക്സിജന്റെ പ്രസൻസിൽ ചെയ്യുന്ന റുട്ടീൻ കൾച്ചറിലെ അനൈറോബിക് ഓർഗാനിസംസും വളരാൻ സാധ്യത കുറവാണ്. അപ്പൊ അങ്ങനെയുള്ള കണ്ടീഷനുകളിലും കൾച്ചർ നെഗറ്റീവ് ആയിട്ട് വരാം. അടുത്ത ഒരു റീസൺ ആണ് ബയോഫിലിം ഫോർമേഷൻ. അതായത് ഈ അണുക്കളെല്ലാം ഒട്ടിപ്പിടിച്ച് ലെയർ ആയിട്ട് വളരുന്ന ആ ഒരു അവസ്ഥ, അതാണ് ബയോഫിലിം. അപ്പൊ അങ്ങനെയുള്ള അവസ്ഥയിൽ ഇൻഫെക്ഷന്റെ സോഴ്സ് ഈ ബയോഫിലിം, അതായത് ഈ ലെയറുകളിലുള്ള അണുക്കൾ തന്നെയാണ്. പക്ഷെ അത് നമുക്ക് കൾച്ചറിൽ പലപ്പോഴും കിട്ടാറില്ല. കൾച്ചറിൽ മിക്കപ്പോഴും നമ്മൾ ഈ സ്വതന്ത്രമായിട്ടുള്ള അണുക്കളെയാണ് കണ്ടുപിടിക്കുന്നത്. ഒരു കൂട്ടമായി ഇരിക്കുന്ന ബയോഫിലിം പോലുള്ള ലെയറുകളിലുള്ള അണുക്കളെ നമുക്ക് കൾച്ചറിൽ കിട്ടാൻ പാടാണ്. അപ്പൊ ബയോഫിലിം ഫോർമേഷനിലും ചിലപ്പോൾ കൾച്ചർ നെഗറ്റീവ് ആയിട്ട് വരാം. അപ്പൊ ഈ പറഞ്ഞ ഇത്രയും റീസൺസ് കൊണ്ടാണ്, ഇതിൽ കൂടുതലും ചില സന്ദർഭങ്ങളിലുണ്ട്, എന്നാലും ജനറൽ ആയിട്ട് ഇത്രയും റീസൺസ് കൊണ്ടാണ് കൾച്ചർ പലപ്പോഴും ഫാൾസ് നെഗറ്റീവ് ആകുന്നത്, എന്നാൽ രോഗിക്ക് രോഗലക്ഷണങ്ങൾ. അടുത്ത വീഡിയോയിൽ ഇതുപോലെ കൾച്ചർ ഫാൾസ് നെഗറ്റീവ് ആവുന്ന കണ്ടീഷനിൽ എന്തൊക്കെ ടെസ്റ്റ് ചെയ്താലാണ് കറക്റ്റ് ആയിട്ടുള്ളത് കണ്ടുപിടിക്കാൻ പറ്റുന്നത് എന്നതിനെ പറ്റിയാണ്.